മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമാവുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. ആപ്ലിക്കേഷൻ്റെ പേര് ക്യാഷ് കരോ എന്നുള്ളതാണ് കേട്ടോ. ക്യാഷ് കരോയെക്കുറിച്ച് പറയാം. നമ്മളൊരു പക്ഷേ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യും, ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യും. വേണ്ട, സിനിമ വരെ കാണുന്നത് നമ്മൾ ബുക്ക് മൈ ഷോ വഴിയാണ്. ഇനി എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലോ സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗി വഴിയാണ് നമ്മൾ ഓർഡർ ചെയ്യുന്നത്. ഈ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്കൊരു റിവാർഡായിട്ട് കുറച്ച് എമൗണ്ട് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാഷ് കരോ എന്ന് പറയുന്നത്. ക്യാഷ് കരോയെക്കുറിച്ച് പറയുമ്പോൾ 1500-ൽ കൂടുതൽ റീറ്റെയിലേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. അത് മാത്രമല്ല iOS-ലും ആൻഡ്രോയിഡിലും ഇത് അവൈലബിൾ ആണ്. നമ്മുടെ പല യൂട്യൂബേഴ്സും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ക്യാഷ് കരോ എന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. അല്ലെങ്കിൽ ഫേസ്ബുക്ക് അക്കൗണ്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ഫേസ്ബുക്ക് അക്കൗണ്ടില്ലാത്ത ആൾക്കാരെല്ലാം അറിയാം, അതുവഴി നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആമസോൺ, ഫ്ലിപ്കാർട്ട്. കണ്ടോ, ആമസോൺ വഴിയാണെങ്കിൽ 5% റിവാർഡ് ഉണ്ടെന്നാണ് പറയണത്. ഫ്ലിപ്കാർട്ട് ആണെന്നുണ്ടെങ്കിൽ 3.85% റിവാർഡുണ്ട്. സ്വിഗ്ഗി ഉണ്ട്, മിന്ത്രയുണ്ട്, ബുക്ക് മൈ ഷോ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻസ് വഴി നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് പോയിൻ്റായിട്ട് നമുക്ക് ലഭിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ വീട്ടിലെ എല്ലാ ആളുകളും ഇപ്പോൾ ആമസോൺ വഴി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നില്ലേ? ഇനി മുതൽ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ വഴി ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കട്ടെ, നമുക്ക് ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാനൊരു ആമസോണിൽ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കും ആക്ടിവേറ്റ് ചെയ്യണം. ഈ ആപ്ലിക്കേഷനും ആമസോൺ വഴി ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം, ഒരു പക്ഷേ നമ്മൾ ആമസോൺ നമ്മളുടെ മൊബൈൽ ആപ്ലിക്കേഷൻ, ആമസോൺ എന്നല്ല ഏത് ആപ്ലിക്കേഷൻ ആണെന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് ലോഗൗട്ടായി പോകുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് ക്യാഷ് കരോ ആപ്പിൽ നിന്ന് ലഭിക്കുന്നത്. ഇനി ഇത് ലഭിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് അക്കൗണ്ട് സെറ്റിങ്സ് എന്ന കാര്യങ്ങൾ കാണിക്കാം. ബോട്ടം സൈഡിൽ പ്രൊഫൈൽ എന്ന ഐക്കൺ ഉണ്ട്, ഞാനത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ മൈ ഏണിങ്സ് കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 25 രൂപ എനിക്ക് ക്യാഷ് ബാക്കായിട്ട് ഏൺ ചെയ്ത്, കണ്ടോ. അത് ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ക്യാഷ് ബാക്കായിട്ട് 25 രൂപ ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മളൊരു പക്ഷേ ഏതെങ്കിലും ഒരു ആപ്പ്, ഫോർ എക്സാമ്പിൾ ഞാൻ ആമസോൺ ക്ലിക്ക് ചെയ്യണം. ആമസോൺ ക്ലിക്ക് ചെയ്യുന്നു, ഇപ്പോൾ ആക്ടിവേറ്റ് ആയി. അതായത് ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്ടിവേറ്റ് ആയി. ഇനി നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇതിൽ നിന്നുകൊണ്ടിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് റിവാർഡ് ലഭിക്കുകയും ചെയ്യും. ഇന്ന് മുതൽ നിങ്ങൾ ആമസോണോ, ഫ്ലിപ്കാർട്ടോ, മിന്ത്രയോ, ബുക്ക് മൈ ഷോയോ, സ്വിഗ്ഗിയോ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുവഴി ചെയ്തോ. നമുക്ക് നിങ്ങൾ വെറുതെ എന്തിനാണ് കിട്ടുന്ന റിവാർഡ് പോയിന്റ് കളയേണ്ടത്, ഇത് ഉപയോഗിച്ചോ. ഇനി അത് എങ്ങനെയാണ് ലഭിച്ചോ നോക്കാം. റീസെൻറ്റ് ക്ലിക്ക് ആക്ടിവിറ്റീസ് കാണാൻ പറ്റും. കണ്ടോ, ഞാൻ നേരത്തെ ചെയ്ത റീസെൻറ്റ് ക്ലിക്ക് ആക്ടിവിറ്റിയാണ് ഈ കാണുന്നതിൽ. പിന്നെ വേറെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ റിവാർഡ് പോയിന്റ് കിട്ടില്ല കേട്ടോ. ഉദാഹരണത്തിന് ഒരു സ്മാർട്ട് ഫോൺ ഒരാൾ വാങ്ങിച്ചു ഇതുവഴി. ഈ സ്മാർട്ട് ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ആളുടെ അടുത്ത് എത്തി ആളത് റിട്ടേൺ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമുക്ക് പേയ്മെൻറ്റ് ലഭിക്കുകയും ചെയ്യുന്നത്. എന്ത് കാരണം വെച്ചാലും ഇങ്ങനെ കിട്ടുന്നൊരു ഓപ്പർച്യൂണിറ്റി നമ്മളാരും നശിപ്പിക്കാതിരിക്കുക. പിന്നെ ബുക്ക് മൈ ഷോയുടെ കേസ് പറഞ്ഞപ്പോഴും ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടോ. ഈ ബുക്ക് മൈ ഷോ വഴി നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? അത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള ATM കാർഡില്ലേ, ഈ ATM കാർഡിൻ്റെ നമ്പർ എന്നിട്ട് ചോദിക്കുക. ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ സ്ഥിരം ATM കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരുപാട് റിവാർഡ് പോയിന്റുകൾ ഉണ്ടാകും. ആ റിവാർഡ് പോയിന്റ് റെഡീം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രീ ആയിട്ടൊക്കെ സിനിമ കാണാൻ പറ്റും. ഞാൻ അങ്ങനെ ചിലപ്പോൾ ചെയ്യാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ ഉപയോഗിക്കുക. ട്രസ്റ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. 1500-ൽ അധികം റീറ്റെയിലേഴ്സ് ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. ഐഫോണിലും ആൻഡ്രോയിഡും അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ 25 രൂപ ക്യാഷ് ബാക്കായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന അവസരങ്ങൾ ആരും കളയണ്ട. നമ്മളെല്ലാവരും ഓൺലൈൻ ഷോപ്പിൻ്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എന്തായാലും ഇത് പ്രയോജനകരമാവുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.